ഹലോ ഗായ്സ്, ഐ എം ഹിയർ ദി ഹേ ഗെയിമർ. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഡ്രോഗ്ബൻ്റെ പാക്ക് ഓപ്പണിംഗ് ആണ്, ഡിഡിയുടെ ഡ്രോഗ്ബ. അപ്പോൾ എന്തായാലും നമ്മൾ കളക്ട് ചെയ്യാൻ പോകണം, നമുക്ക് ഒന്നും കൂടി കിട്ടാണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് നമ്മൾ എടുക്കും. അത് ഞാൻ പിന്നെ എടുക്കണ്ട വിചാരിച്ച്. പിന്നെ മറ്റേത് നമ്മൾ നോക്കിയിട്ടില്ല, വേറെ ഇതല്ല നമ്മളെ ഇത് നോക്കിയിട്ടില്ല കേട്ടോ. ഞാൻ സെലക്ഷൻ കോൺട്രാക്റ്റ് എടുക്കേണ്ട കഴിഞ്ഞ് 2 കളി കളിക്കാണ്ട് ഞാൻ അവിടെ നിന്നോട്ട് വിചാരിച്ചത്. എന്തായാലും ഈ പാക്ക് ഓപ്പൺ ആണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് തീരുമല്ലോ. അപ്പോൾ എന്തായാലും ഉള്ളത് പറഞ്ഞാൽ 16 ഫ്രീ സ്പിന്നാണ്. അപ്പോൾ 16 നമ്മളിപ്പോൾ കറക്കും. 16 കറക്കാൻ പോട്ടോ. 16 കറക്കുമ്പോൾ നമ്മൾ ടാർഗറ്റ് പറഞ്ഞാൽ ഡിഡിയർ ഡ്രോഗ്ബ ഓൺലി. അപ്പോൾ നമ്മൾ 6 ഓരോന്ന് വെച്ച് കറക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോകാം 10 6 ഓരോന്ന് വെച്ച് കറക്കിയതിന് ശേഷം 10 പോകാം. അതാണ് ഇന്നത്തേത്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് കിട്ടുമോ ഇല്ല എന്ന് നോക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കാൻ പോട്ടോ. ഓൾറെഡി എക്സൈറ്റഡ് എന്നാ പോട്ടെ 1. അപ്പോൾ എന്തായാലും ഒരു ഫ്രീ സ്പിൻ നമ്മൾ കറക്കിയിട്ടുണ്ട്. കിട്ടുമോ ഇല്ലയോ? അടിപൊളി. എന്തായാലും മൊത്തം CF ആണ് നമ്മൾ നോക്കിയല്ലോ, മൊത്തം CF ആണ് ഉള്ളത്. അപ്പോൾ ഒരു CF എന്തായാലും കിട്ടുന്ന ഉറപ്പാണ്. 16 CF ഉറപ്പായിട്ടുണ്ടാവും, അതെനിക്ക് 100% ഷുവറാണ്. ഇതാ അടുത്തതും നമ്മൾ മോചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് വല്ല ട്രിക്കൊന്നും ഇല്ല. ഞാൻ ട്രിക്ക് ചെയ്ത് നോക്കണമെന്ന് ഡൗട്ടാണ്. എന്തായാലും ട്രിക്ക് ചെയ്ത് നോക്കാം. സ്യൂൾ റൊട്ടേറ്റ് ചെയ്യുക 2 വട്ടം. അതുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യുക. റൊട്ടേറ്റ് ചെയ്തതിനു ശേഷം പ്ലെയർ വാല്യൂ എടുക്കുക. എല്ലാതും ഒരേ മാച്ച് തന്നെ കേട്ടോ വരിക. CF ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഫസ്റ്റ് ഡ്രോഗ്ബ ആണെങ്കിൽ അതിന് മാറിയാലും ഡ്രോഗ്ബൻ്റെ ആവും. ഇനിയിപ്പോൾ പൊസിഷൻ വെച്ചാലും എങ്ങനെ വെച്ചാലും ഡ്രോഗ്ബൻ്റെ ആവും. കാരണം എന്താ വെച്ചാൽ മൊത്തം CF ആണ്. ഓരോ റേറ്റിംഗ് എല്ലാം ഇങ്ങനെ തന്നെയാണ് വരിക. എന്നിട്ട് എല്ലാം നമ്മൾ 2 വട്ടം റൊട്ടേറ്റ് ചെയ്യാം. 2 വട്ടം റൊട്ടേറ്റ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കാർഡ് ടൈപ്പ് ഇട്ടിട്ട് ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം ആണ് ബാക്കി കാര്യങ്ങൾ. വേറെ ഒന്നുമില്ല, നമ്മൾ ഡ്രോഗ്ബനെ തൊടുക. 2 വട്ടം റൊട്ടേറ്റ് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നോക്കാം ഗൈസ്. ഡ്രോഗ്ബൻ്റെ ഇതൊക്കെ നമ്മൾ നോക്കിയതിൻ്റെ ശേഷം ട്രിക്ക് വർക്കാവുമല്ലോ എന്ന് എനിക്കറിയില്ല കേട്ടോ. എനിത്തിങ് ഇറ്റ്സ് എ ട്രൈ ഓൺലി, ഇറ്റ്സ് ജസ്റ്റ് ട്രൈ. നോക്കാം. ഇതൊക്കെ 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക. അതിൻ്റെ ശേഷം പോവുക. ക്യാൻസൽ ഇതാ കൊടുക്കുന്നു. കിട്ടുമോ ഇല്ലയോ? ഓൾറെഡി എക്സൈറ്റഡ് എന്നല്ല, അതാണ് അതിനർത്ഥം. നമ്മൾ എക്സൈറ്റഡ് പറഞ്ഞാൽ കിട്ടൂല എന്നർത്ഥം കേട്ടോ. എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ കിട്ടൂല എന്നാണ് അർത്ഥം. എന്തായാലും നമുക്ക് നോക്കാം കിട്ടുമല്ലോ എന്ന്. എന്തായാലും നോക്കാം ഗൈസ്, കിട്ടുമോ അതോ ഇല്ലയോ? കിട്ടുമോ ഇല്ലയോ? ഓ ലുക്കാക്കു ഈസ് ഹിയർ. ലുക്കാക്കു അതെങ്കിലും തന്നല്ലോ. ഓ കണാമിയെ അതെങ്കിലും തന്നല്ലോ. താങ്ക്സ്. അതന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ലുക്കാക്കുവിനെ കിട്ടുന്ന വിചാരിച്ചില്ല. കാരണം എനിക്ക് ഇതിലൊന്നും ഭാഗ്യമില്ല സാധാരണ. ഇതാ വെറുതെ ഒരു ഫ്രീ സ്പിൻ. കിട്ടൂല, എനിക്ക് ഭാഗ്യമില്ല, എനിക്ക് ഉറപ്പാണല്ലോ. എനിക്കറിയാമല്ലോ എനിക്ക് ഭാഗ്യമുണ്ടോ ഇല്ല എന്നൊക്കെ. ഇത്രക്കും ഭാഗ്യമില്ലാത്തവനാണ് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും നോക്കാം. ജസ്റ്റ് ട്രൈ. ഈ ഒരു ട്രൈയിൽ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്രാവശ്യത്തെ ട്രിക്കിൽ ഞാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇപ്രാവശ്യത്തെ ട്രിക്കിൽ കിട്ടൂല, 100% ഷുവർ. എനിക്ക് കിട്ടൂല. എനിക്ക് വേണ്ട ഡ്രോഗ്ബൻ കേട്ടോ.
ഡ്രോഗ്ബന എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ എടുത്തോളി. നിങ്ങൾക്ക് എന്ത് ട്രിക്ക് ഉപയോഗിച്ചാലും എനിക്ക് ഡ്രോഗ്ബന വേണ്ട, എനിക്ക് വേറെ ആരെ തന്നാലും കുഴപ്പമില്ല, എനിക്ക് ഡ്രോഗ്ബന വേണ്ട. കൊണാമി എനിക്ക് ഡ്രോഗ്ബന വേണ്ട, എനിക്ക് മറ്റേ ആളെ മതി, മറ്റേ ലുക്കാക്കുവിൻ്റെ രണ്ടാമത്തെ ആൾ, എനിക്ക് ഓനെ മതി, എനിക്ക് ഡ്രോഗ്ബന വേണ്ട. ജസ്റ്റ് ട്രൈ ആട്ടോ, വേറെ ഒന്നും വിചാരിക്കരുത്. നമുക്ക് കസമീറിൻ്റെ പോയി ചെയ്തിട്ട് നേരെ വന്ന് ഇങ്ങോട്ട് വന്നിട്ട് നമുക്ക് സ്മൈക്കിളിൻ്റെ എല്ലാം കൂടി ഇങ്ങനെ രണ്ടിലും കൂടി മതിച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. നമുക്ക് കൊണാമിനോട് പറയാം എനിക്ക് വേണ്ടെന്ന്. എനിക്ക് ഡ്രോഗ്ബന വേണ്ട കേട്ടോ, വേണ്ടേ ഗൈസ്, വേണ്ട പറഞ്ഞാൽ തീരും വേണ്ട. ഓ കിട്ടി, ഡ്രോഗ്ബ ഈസ് ഹിയർ. വേണ്ട പറഞ്ഞാൽ കിട്ടും. ഈ ട്രിക്ക് ഒന്ന് ഉപയോഗിച്ച് നോക്കി, 100% ഷുവർ ട്രിക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ആൻഡ് ട്രൈ ഇറ്റ് എന്ന് എനിക്ക് പറയാനുള്ളൂ. നമുക്ക് പിന്നെ അങ്ങനെ ഇംഗ്ലീഷ് എന്ന് പറയാത്ത അത്രക്കും ഇംഗ്ലീഷ് പൂൾ അടിക്കണ്ട. ഡ്രോഗ്ബ ഈസ് ഹിയർ, ഇത്രയേ ഉള്ളൂ ഡ്രോഗ്ബനൊക്കെ കിട്ടാൻ. നിങ്ങൾ വെറുതെ പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ ചങ്ങായിമാർക്ക് ഡ്രോഗ്ബന കിട്ടാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിക്കോളി, ഇത് അയച്ചു കൊടുക്കി. ഇങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട്, ആ ട്രിക്ക് ചെയ്താൽ ഡ്രോഗ്ബ ഈസ് ഹിയർ എന്നാണ് പറഞ്ഞാൽ നിങ്ങൾ. ഡ്രോഗ്ബ ഇത്രയേ ഉള്ളൂ. നമ്മൾ പാക്ക് റീസെറ്റ് ചെയ്യുക, എന്നിട്ട് അടുത്ത 10 കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നില്ല, ഇന്ത്യയിൽ ഒരു ഡ്രോഗ്ബ അല്ലെങ്കിൽ ഉണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ ഡ്രോഗ്ബ ആണ്. കിട്ടിയാൽ കൊള്ളാം, വേണ്ട തരണ്ട. ഓ ഗൈസ്, തന്നോ കളർ മാറോ? ഇല്ല, ഇത് രണ്ടാമത്തെ പ്ലെയറായിട്ടാണ്. ഇറ്റ്സ് നോട്ട് പ്രോബ്സ് ഫോർ മീ. എന്തായാലും നോക്കാം. അപ്പം നമുക്ക് ഡ്രോഗ്ബ പറഞ്ഞ ഒരാളെ നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട്. ഡിഡിയർ ഡ്രോഗ്ബ ഈസ് ഹിയർ. ഞാൻ പിന്നെ ചങ്ങായിമാർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്താ ചെയ്യുക, കോൺട്രാക്റ്റ് എടുക്കും, ഇതെടുക്കും, നമ്മൾ ഡ്രോഗ്ബൻ്റെ പാക്ക് എടുക്കും. നമുക്ക് ഡ്രോഗ്ബനെ കിട്ടിയോ? ഇപ്പം ഞാൻ എന്നിട്ട് സിയോട് നോക്കുമ്പോൾ ഒരു പേർക്കും അയ്യേ എനിക്ക് ഡ്രോഗ്ബനെ കിട്ടിയില്ല, എനിക്ക് കിട്ടിയെന്നൊക്കെ പറയും. പക്ഷെ എൻ്റെ ടീമിനുണ്ടോ അതെങ്ങനെയെന്ന് എനിക്കറിയില്ല എന്നങ്ങോട്ട് പറയുമ്പോൾ ചെക്കൻ ഞെട്ടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ, ഈ ട്രിക്ക് ട്രൈ ചെയ്ത് നോക്കൂ. 100% ഷുവർ ഡിഡിയർ ഡ്രോഗ്ബനെ കിട്ടുന്നു. 100% ഷുവർ ആട്ടോ. എനിക്ക് എന്തായാലും കിട്ടാതിരിക്കാം. നോക്കാം ഗൈസ്, ട്രൈ ചെയ്ത് നോക്കാം. 100% ഷുവർ, ഉറപ്പായിട്ടും കിട്ടുന്നത് എനിക്ക് ഉറപ്പാണ്. കാരണം എന്തുകൊണ്ടല്ല, എനിക്ക് കിട്ടി. അത് ഞാൻ ട്രിക്ക് ഉപയോഗിച്ചിട്ട് കിട്ടി. ഡ്രോഗ്ബനെ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഇതിനർത്ഥം കിട്ടുമെന്നല്ലേ? ട്രൈ ചെയ്ത് നോക്കി ഗൈസ്. ഡ്രോഗ്ബ ട്രൈ ചെയ്ത് നോക്കി, കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് ട്രൈ ചെയ്ത് കിട്ടോ. അതെന്തായാലും നമുക്ക് ഡ്രോഗ്ബന ടീമിലോട്ട് ഇറക്കാം ഗൈസ്. നമുക്ക് കിട്ടും. അടിപൊളി ടെക്നിക്ക് കിട്ടിയില്ല. നല്ലൊരു ബൂസ്റ്റും കിട്ടില്ലല്ലോ, ചോറാണുള്ളത്. ഒരു നല്ല ബൂസ്റ്റ് കിട്ടിയ സമാധാനമായിരുന്നു. ഇത് നോക്കാം നമുക്ക് കിട്ടുമോ ഇല്ലയെന്ന്. അടുത്ത ബൂസ്റ്റ് 104 ആവണ വരെ നമ്മളിങ്ങനെ പോവും. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് കിട്ടിയാലേ ഇതൊക്കെ ആവുള്ളൂ. കാരണം എന്താ വെച്ചാൽ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് പറയുമ്പോൾ സെൻട്രൽ ഫോർവേഡിന് ഏറ്റവും നിർബന്ധമായിട്ട് വേണ്ടത് പറഞ്ഞാൽ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് ആണ്. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് വന്നാൽ ഉറപ്പായിട്ടും ഉറപ്പാണ്. നമുക്ക് എന്തായാലും നോക്കാം. 100% ഷുവറാണ്. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് ഉറപ്പാണ്. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റിന് കിട്ടും. എന്തായാലും നമുക്ക് നോക്കാം. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ്. നമുക്ക് ആദ്യം ബെക്കംബോറിലേക്ക് പോവാം. ഓ ഗൈസ്, 20 വന്നിട്ടാ. 10 ആദ്യം നമുക്ക് ക്രിയേറ്റ് ന്യൂ ഗെയിം പ്ലാന് 20 വന്നിട്ടുണ്ട്. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് ഉറപ്പ്, 100% സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് വി വാണ്ട്. ഞങ്ങൾ 100 സെലക്ഷൻ ബൂസ്റ്റർ ഉണ്ട്. ഇനി ഈ ഒന്നിൽ തന്നെ കിട്ടിയാൽ അതല്ലേ ഭാഗ്യം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് കിട്ടും വിചാരിച്ച് ആ ഒന്ന് മൊത്തം തീർത്തിട്ട് 100 കൊടുക്കാം. അതല്ലേ അല്ലേ? 100 എന്തായാലും സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് കൊടുക്കും. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റിൻ്റെ തൊള്ളയിലും കിട്ടാത്തൊരു പേരും. എന്തായാലും നോക്കാം ഗൈസ്. ഓ ഫാൻറ്റാസ്റ്റിയ കിട്ടില്ലല്ലോ. ലാസ്റ്റ് ട്രൈ. ഈ ഒന്നിൽ കിട്ടിയാൽ സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് വേണ്ട കേട്ടോ. കിട്ടി. എടാ ഇത് എന്തോ തട്ടിപ്പുണ്ട് കേട്ടോ. സ്ട്രൈക്കേഴ്സ് ഇൻസിസ്റ്റ് വേണ്ട പറഞ്ഞാൽ കിട്ടും, വേണമെന്ന് പറഞ്ഞാൽ കിട്ടൂല. അത് തട്ടിപ്പാണ്. എന്തായാലും നമുക്ക് ഓൻ്റെയിൽ ആയോ നോക്കാം. ഇല്ല, ഓൻ്റെയിലും ആയില്ല. നിനക്ക് കുഴപ്പമില്ല. ലൈക്ക് ചെയ്തില്ല, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 300 സബ്സ്ക്രൈബേഴ്സാണ്. എല്ലാവരും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഇത്രയേ ഉള്ളൂ. നമുക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മളാണ്ട് എടുത്തിരിക്കും.
അത്രയേ ഉള്ളൂ ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് വേണം തോന്നി ഞാൻ എടുത്തു. ആ ട്രിക്കൊന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളി, ഉപകാരം വരും. ഇന്നത്തെ വീഡിയോ നമ്മൾ പോകണേ.